ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദ വിക്രമിനോട് ശ്രീനിവാസിൻ്റെ അനന്തരവനാണ് അച്ഛൻ്റെ ബേഗിൽ ആ മയക്കുമരുന്ന് വയ്ക്കാൻ വിനായകനെ നിർബന്ധിച്ചത് എന്നൊക്കെയുള്ള കാര്യമൊക്കെ പറയാനിട്ടത്. വിക്രമിന് ആകെ ഒരു വിഷമാവാണ്. വേദ ഗുഡ് നൈറ്റ് പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ വിക്രം പറഞ്ഞു, അതെ വേദ, എനിക്ക് താൻ വാക്ക് തന്നില്ല, വിനായകൻ ചേട്ടൻ്റെ കാര്യമല്ലേ? അതെ, അത് പക്ഷേ വാക്ക് തന്നാൽ പാലിക്കാറായിരിക്കണം. പക്ഷേ എനിക്കത് ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല എന്ന് പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോകും കേട്ടോ. കാരണം വിക്രത്തിനെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്ന സമയത്തെങ്കിലും വിനായകനാണ് അത് ചെയ്തതെന്ന് മാഷോട് വേദ പറയും. അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് വിക്രം ശ്രീനിവാസൻ സാറിനോട് അത് ചോദിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട്, എനിക്കറിയാം, ഞാൻ കാത്തിരിക്കുകയായിരുന്നു, നീ അത് ഏത് സമയത്താണ് എന്നോട് ചോദിക്കാൻ വരികയെന്ന്. അപ്പോൾ വേദ അത് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി സാർ എന്ന് പറയുകയാണെ. അപ്പോൾ ശരിയാണ്, ശ്രീകുമാർ എൻ്റെ അനന്തരവൻ തന്നെയാണ്, എൻ്റെ പെങ്ങളുടെ ഭർത്താവ്. പക്ഷേ എൻ്റെ പെങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. എൻ്റെ പെങ്ങൾക്ക് എന്നോട് ദേഷ്യവും വെറുപ്പുമായിരുന്നു. കാരണം എനിക്കൊരു ഇരുണ്ട കാലഘട്ടം ഉണ്ടായിരുന്നു, മയക്കുമരുന്നും സ്പിരിറ്റും അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലൂടെയാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. അപ്പോൾ അതുമായി യോജിച്ചു പോകാൻ അവൾക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവളുമായിട്ട് എനിക്ക് യാതൊരുവിധ അടുപ്പവും ഉണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ ഇരുണ്ട കാലഘട്ടം ഞാൻ ഉപേക്ഷിക്കാൻ തുടങ്ങിയ കാലഘട്ടത്താണ് എൻ്റെ അനന്തരവൻ അതിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. പറഞ്ഞു തിരുത്താൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു അവൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാനാണെന്നുണ്ടെങ്കിൽ വിക്രത്തിൻ്റെ കേസ് നടക്കുന്ന ആ ഒരു സമയത്ത്, അതായത് വിക്രത്തിൻ്റെ അച്ഛനെ കൊടുക്കാനായിട്ട് ശ്രീകുമാർ അത് ചെയ്യുമ്പോൾ ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല. പിന്നെ വിക്രമിനെ ഞാൻ ഏറ്റെടുക്കുന്ന സമയത്തും ശ്രീകുമാറും വിക്രവും തമ്മിലുള്ള ബന്ധമൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാനതൊന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ നാട്ടിലില്ലാതിരുന്ന സമയത്ത് അവനൊരു കേസിൽ കുടുങ്ങി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് ഞാനത് ചെയ്തു. അത് ഏതൊരു അമ്മാവനായാലും ചെയ്യുന്ന കാര്യമല്ലേ. അതിൽ വിക്രം ഉണ്ടെന്നോ അല്ലെങ്കിൽ വിക്രമായി എനിക്കൊരു ബന്ധവും ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷേ വിക്രത്തിനെ രക്ഷിച്ചതും എൻ്റെ കൂടെ നിർത്തിയതും ഒന്നും ഞാൻ എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല. എന്നെയും വിക്രത്തിനെയും തെറ്റിക്കാൻ വേണ്ടി വേദം മനഃപൂർവ്വമാണ് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വിക്രത്തിനോട് പറഞ്ഞിട്ടുള്ളത്. അത് വിക്രം മനസ്സിലാക്കണം എന്നൊക്കെ വിക്രത്തിനോട് പറയാണ്. അപ്പോൾ വിക്രം ചോദിക്കുകയാണ്, അങ്ങനെ വിക്രം ശ്രീനിവാസൻ സാറിനോട് ചോദിക്കുകയാണ്, എൻ്റെ അച്ഛനെ കൊടുക്കാനായിട്ട് അച്ഛൻ്റെ ബേഗിലന്ന് മയക്കുമരുന്ന് വിനായകൻ ചേട്ടനെ കൊണ്ട് വെപ്പിച്ചത് ശ്രീകുമാർ ആണെന്നുള്ള കാര്യം സാറിന് അറിയായിരുന്നു എന്ന് മാത്രമാണ് എൻ്റെ ചോദ്യം എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീനിവാസൻ പറയാണ്, ഒരിക്കലും ഇല്ല, ഞാനതൊരിക്കലും അറിഞ്ഞിട്ടില്ല. മാത്രമല്ല വിനായകനാണ് അത് ചെയ്തതെന്നുള്ള കാര്യം ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. പിന്നെ വേദ ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കറിയായിരുന്നു നീ എന്നോടിത് ചോദിക്കാൻ വരുന്നു. എനിക്കൊരിക്കലും അതുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല, ഞാനിതൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല എന്നൊക്കെ ശ്രീനി സാറ് വിക്രത്തിനോട് പറയാണ്. അത് മതി സാർ, സാർ എന്തായാലും എന്നോട് വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും തിരുത്തി പറയില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പോട്ടെ സാർ എന്ന് പറഞ്ഞു ഞാനിട്ട് വിക്രം അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് വേദ കുറച്ച് പെയിൻ്റൊക്കെ ആയിട്ട് വരികയാണ്. ഈ സമയം ശ്രീജ അവിടെ നിൽക്കുന്നുണ്ടാവും. ശ്രീജനെ വിളിക്കാണ്ട്, ശ്രീജയുടെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തേ. എന്താ ഇതൊക്കെ വേദേ? അതൊക്കെ പറയാൻ വായു. ഇതെന്തിനാ? ഇതാ ചായപ്പ് പെയിൻ്റ് അടിക്കാൻ. ചായപ്പ് പെയിൻ്റ് അടിക്കാൻ അതെന്താ? എന്താ ശ്രീജേർത്ത് ഞെട്ടിയത്? അതെ, അത് അച്ഛനറിഞ്ഞാലോ ഒന്നും പറയാൻ പോകുന്നില്ല എന്ന് പറയാനേ. അപ്പോഴേക്കും നന്ദിനി വരുന്നുണ്ട്, വിശ്വനും വരുന്നുണ്ട് കേട്ടോ. എന്താ വേദ ഇതൊക്കെ ആയിട്ട് എന്താണെന്ന് ചോദിക്കാൻ കേട്ടോ. അതെ, വേദ ഈ റൂം പെയിൻ്റ് അടിക്കാനായിട്ട് എന്ന് പറയും കേട്ടോ. ആണോ? അത് നല്ല കാര്യമാണ്. അച്ഛനെ പറഞ്ഞ് തിരുത്താൻ പറ്റൂല, പക്ഷേ എന്തായാലും നമുക്ക് അടിച്ചു പൊളിച്ച് ഇതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് പറയട്ടെ. വിശ്വേട്ടൻ്റെ വിശ്വേട്ടൻ്റെ അറിവിൽ ആരെങ്കിലും ഉണ്ടോ പെയിൻറ്റ് പണിക്കാരെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ നന്ദിനി വരുന്നുണ്ടേ. അപ്പോൾ നന്ദിനി വന്നിട്ട്, നിങ്ങളിത് പെയിൻ്റ് അടിക്കാൻ പോവുകയാണോ? അതെ, അതിനെന്താന്ന് ചോദിക്കട്ടെ. ഇപ്പം ഉള്ള പ്രശ്നങ്ങളെക്കാളും വലിയ പ്രശ്നങ്ങളായിരിക്കും കേട്ടോ എന്ന് പറയും. അപ്പോൾ വേദ പറഞ്ഞ എന്തായാലും നന്ദിനി അടുത്ത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുടെ അത്രയും വരില്ല ഉറപ്പായിട്ടെന്ന് പറയാം കേട്ടോ. പിന്നെ ഇതിൻ്റെ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാലേ അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറയും. അപ്പോൾ നന്ദിനിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വിശ്വം പറയുന്നുണ്ട്, വിശ്വനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, പെയിൻറ്റ് പണിക്കാരുണ്ടോ നന്ദിനി അല്ല വേദ ചോദിക്കുമ്പോൾ വിശ്വം പറഞ്ഞു, എന്തിനാണ് ഇത് പെയിൻറ്റ് പണിക്കാരൊക്കെ വിളിക്കുന്നത്? ഇതൊക്കെ നമുക്ക് തന്നെ മൂന്നാൾക്ക് ചെയ്താൽ പോരെ എന്ന് ചോദിക്കട്ടെ. വിശ്വട്ടും ചെയ്യുമോ എന്ന് ചോദിക്കട്ടോ ശ്രീജ. പിന്നെ അല്ലാതെ എന്ന് പറയും കേട്ടോ. അപ്പം നന്ദിനി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ വിചാരിക്കാൻ മാഷോട് പോയി പറയാനായിട്ട്. അങ്ങനെ മാഷും കമലാമ്മയും കൂടിയിട്ട് പറമ്പിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മാഷ് പറയുന്നുണ്ട്, നമ്മുടെ മാവ് ലേലത്തിന് കൊടുത്താലോ എന്ന് ഇസ്മായിൽ പറഞ്ഞു. അപ്പോൾ ഒരു തുക നമ്മൾ ഫിക്സ് ചെയ്തിട്ടത് പറയും.
മാവ് പൂത്ത് മാങ്ങി ആവുന്ന സമയത്ത് അവരത് വന്ന് കൊണ്ടുപോയിക്കോളൂ എന്ന് പറയും. അപ്പോൾ കമലാൻ പറയും വേണ്ട മാഷേ, വല്ല മഴയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പൂക്കൾ കൊഴിഞ്ഞു പോകില്ലേ. ഞാനും വേണ്ടാന്ന് തന്നെയാണ് പറഞ്ഞത്. പിന്നെ ഇസ്മായിൽ പറഞ്ഞു മാഷിൻ്റെ കാര്യത്തിൽ അത് വേണ്ടാന്ന് തന്നെ വെക്കുന്നതാണ് നല്ലത്. മാഷിൻ്റെ മക്കളെ പോലെ മക്കളെ കണ്ട് കൊതിക്കാത്ത പോലെ മാമ്പൂ കണ്ട് കൊതിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നാണ് പറഞ്ഞത്. മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുതെന്നല്ലേ പറഞ്ഞത് അല്ലേ കമലേ? അത് ശരിയാണല്ലേ നമ്മുടെ കാര്യത്തിൽ നിന്നൊക്കെ പറയുകയാണേ. ആ സമയത്ത് നന്ദിനി വരുന്നുണ്ടല്ലോ എന്ന് കമലാമ്മ പറയാൻ കേട്ടോ. നന്ദിനി അങ്ങോട്ട് വരാറില്ലല്ലോ. അപ്പോൾ മാഷ് പറയും അതൊന്നില്ലേ കുത്തിത്തിരിപ്പ് അല്ലെങ്കിൽ ഏഷണി രണ്ടിലെ ഏതെങ്കിലും കൊണ്ടാവും വരുന്നതെന്ന് പറയും. എന്താ നന്ദിനി ഇങ്ങോട്ടൊക്കെ എന്ന് ചോദിക്കാൻ കേട്ടോ. അതെന്താ അമ്മേ എനിക്ക് ഇങ്ങോട്ട് വന്നാൽ ചോദിക്കാൻ കേട്ടോ. അല്ല എന്താ അങ്ങനെ പതിവില്ലാത്ത വന്നത്? ദേ കാപ്പി തന്നെ ഇതിലേ എന്ന് പറയും കേട്ടോ. ആണോ എന്ന് പറയും കേട്ടോ. അപ്പോൾ അതേ പിന്നെ അവിടെ നടക്കുന്ന ചില കാര്യങ്ങളും പറയണമല്ലോ. എവിടെ നടക്കുന്നത് എന്ന് ചോദിക്കും. അല്ല അതേ വേദ കുറേ പെയിൻ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പെയിൻറ്റോ എന്ന് ചോദിക്കും കേട്ടോ മാഷ്. ചായ്പ് പെയിൻ്റ് അടിക്കാനായിട്ടേ ദേ അവരവിടെ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുക. അച്ഛനത് തൊടരുതെന്നല്ലേ പറഞ്ഞത്. ദേ ഇന്നലെയും കൂടി വിനായകേട്ടൻ എന്നോട് പറഞ്ഞതാ അച്ഛനൊന്ന് സമ്മതിക്കായിരുന്നെങ്കിൽ അത് പെയിൻ്റ് അടിക്കായിരുന്നു എന്ന്. എന്നിട്ട് നന്ദിനി എന്താ പറഞ്ഞത് വിനായകനോട്? അച്ഛൻ പറഞ്ഞതല്ലേ അത് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ വിനായകേട്ടന് പറഞ്ഞു മനസ്സിലാക്കി എന്ന് പറഞ്ഞു കേട്ടോ. ആണോ എന്നാൽ മോൾ ആ കാപ്പി തന്നിട്ട് പൊക്കോ എന്ന് കമലാമ്മ പറയുകയാണേ. പിന്നെ കാപ്പിയൊക്കെ കൊടുത്ത് നന്ദിനി പോകും. പിന്നെ കാണിക്കുന്നത് ശ്രീനിവാസിൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. പുളിക്കാൻ കാണുമ്പോൾ ഞെട്ടിപ്പോയത് എൻ്റെ ദൈവമേ ഇങ്ങേരെന്തിനും ഇങ്ങോട്ട് വന്നെന്ന് ചോദിക്കട്ടോ. അതെ ഞാനും താനും തമ്മിലുള്ള ബന്ധമൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല, എനിക്ക് ശ്രീനിസാറിനെ ഒന്ന് കാണണം എന്ന് പറയും കേട്ടോ. അങ്ങനെ ശ്രീനിസാറിൻ്റെ അടുത്ത് ചെന്നിട്ട് പുളിക്കാൻ പറയാണ് ശ്രീകാന്ത് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ വരാൻ പറയും. അപ്പോഴേക്കും ശ്രീകാന്ത് അകത്തേക്ക് കയറി വരികയാണ് കേട്ടോ. അങ്ങനെ ശ്രീകാന്ത് വലിയ സന്തോഷത്തിൽ ചിരിച്ചൊക്കെയാണ് കേട്ടോ വരുന്നത്. എനിക്ക് ഇരിക്കാവോ എന്ന് പറയുകയാണേ. അപ്പോൾ ശ്രീനിസാറ് പറയുന്നുണ്ട് ഇരിക്കി എന്ന് പറയും. ഒരിക്കലും ഞാനിവിടെ വന്നതാണ്, അന്ന് എന്നെ ഇറക്കി വിട്ടു എന്ന് പറയട്ടോ. അപ്പോൾ ശ്രീനിസാറ് പറയുന്നുണ്ട് എനിക്കതറിയാം, ഞാൻ മറന്നിട്ടില്ല അതൊന്നും എന്ന് പറയട്ടെ. ഇപ്പം ഞാൻ വന്നത് വേറൊരു കാര്യം പറയാനാണെന്ന് പറയട്ടോ. അപ്പോൾ എന്ത് കാര്യം? എന്തായാലും എൻ്റെ പെങ്ങൾ ആയൊരു സമരം പൊളിച്ചത് നിങ്ങൾക്കതൊരു ക്ഷീണമായെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ സമരം തുടർന്നു കൊണ്ടുപോകുന്നതാണ് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യം എന്നെനിക്കറിയാം. പിന്നെ ആ സമരം ഒത്തുതീർപ്പായപ്പോഴേ ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യങ്ങളുണ്ടായത് എനിക്ക് തന്നെയാണ് എന്ന് പറയും. പിന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് വേദ സമരം ഒത്തുതീർപ്പാക്കിയപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സമ്മതിക്കേണ്ടി വന്നു എന്നുള്ള സത്യം തന്നെയാണ്. പക്ഷേ എനിക്കും ഗുണമുണ്ടായി. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കാലങ്ങളോളം ആ സമരം അവിടെ കൊണ്ട് നടന്നേനെയല്ല എന്നൊക്കെ പറയും. താനിപ്പോൾ എന്താ വന്നതെന്ന് ചോദിക്കും. അതെ ഇപ്പോൾ എന്തായാലും വേദ നിങ്ങൾക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ച കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. വിക്രത്തിനെ നിങ്ങൾ കൂടെ നിർത്താതിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വേദയെ ഈ കേസിൽ നിന്ന് പിന്തിരിപ്പിച്ചോളാം എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും പുളിക്കനെ നോക്കുമ്പോൾ പുളിക്കൻ അവിടെ നിന്ന് പോകും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ശ്രീനിസാറ് ചോദിക്കും കേട്ടോ. അതെ വിക്രത്തിനെ നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവളെ കേസിൽ നിന്ന് പിൻവലിപ്പിച്ചോളാം. കാരണം ഞാനും വാസവൻ തമ്മിൽ ഒരു സമാധാന ചർച്ചയല്ല, ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ കുറച്ച് കാര്യങ്ങൾ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രീനിസാറിൻ്റെ പിൻവല ഇല്ലയെന്നുണ്ടെങ്കിൽ വിക്രത്തിന് കൊടുക്കാൻ അയാൾക്ക് പെട്ടെന്ന് കഴിയും. അപ്പോൾ വിക്രത്തിൻ്റെ പിൻബലം സാറ് കൊടുക്കാതിരുന്നാൽ ഞാൻ ഈ കേസിൽ നിന്ന് വേദന കൊണ്ട് പിൻവലിക്കാനും പറയാം എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ശ്രീനിസാറ് പറയാൻ എൻ്റെ കൂടെ നിന്നിരുന്നവനെ കേസിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഞാൻ മാറി നിൽക്കാനോ? താൻ എന്താണോ ഈ പറയുന്നത്? എന്തായാലും ബുദ്ധിയില്ലാണ്ടാവരുത് തന്നെ പോലെ ആൾക്കാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്തിനെ പരിഹസിക്കാൻ കേട്ടോ. എന്തായാലും തൻ്റെ ഉദ്ദേശമൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ പിന്നെ വിക്രത്തിനെ പിടിക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അയാൾ എന്നെയല്ലേടോ പിടിക്കാന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ ശ്രീകാന്തിനെ ഇറക്കി വിടാണ് ശ്രീനിസാറ്. അതിന് പുറത്തേക്ക് പോകുമ്പോൾ ശ്രീകാന്തിനോട് ഒരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട്. ഞങ്ങളുടെ രഹസ്യങ്ങളൊക്കെ തനിക്കൊരാൾ ചോർത്തി തരുന്നുണ്ടെന്ന് എനിക്കറിയാം, അതാരാണ് എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ഒരു പാലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആണല്ലോ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് സാർ ആദ്യം ഒരു മറുപടി തായോ, എന്നിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കാം. അയ്യോ താൻ പറഞ്ഞില്ലെങ്കിലും അയാൾ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് പറയാൻ കേട്ടോ. പുളിക്കനാണെന്നുണ്ടെങ്കിൽ ആകെ ഞെട്ടി നിൽക്കാൻ കേട്ടോ. അല്ലേ വിളിക്കാന്ന് ചോദിക്കുമ്പോൾ അതെ താനെന്താ ചിരിക്കാത്ത? ഉറപ്പായിട്ടും സാറേ എന്ന് പറയട്ടോ. അങ്ങനെ ശ്രീകാന്ത് പുളിക്കനൊന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിശ്വവും അതുപോലെ ശ്രീജയും വേദയൊക്കെ കൂടിയിട്ട് ചുമരൊക്കെ ഇങ്ങനെ ഉരയ്ക്കാൻ കേട്ടോ. ആ കരി പിടിച്ച ഭാഗങ്ങളൊക്കെ ഉരച്ച് കളയാണേ. അപ്പോൾ വേദ നന്ദിനിയോട് ചോദിക്കും എന്താ നന്ദിനി എടുത്തി കൂടുന്നോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ വിശ്വം പറയും പിന്നെ ഇനിയിപ്പോൾ അതിൻ്റെ കടക്കും കൂടെ വിളിച്ച് പറയാനല്ലേ, അത് വേണ്ട എന്ന് പറയും. ദേ വിശ്വേട്ടാ ഞാനൊന്നും വിളിച്ച് പറയുന്നില്ല എന്ന് പറയും. വെറുതെ പറഞ്ഞതാണേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ട് വിക്രമല്ല വിശ്വൻ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നന്ദിനിക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് കുശുമ്പായിട്ട് പാടില്ല. അപ്പോഴേക്കും മാഷും കമലാമ്മ അവിടേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ നന്ദിനി ചാടി എഴുന്നേൽക്കാണ്. ഇപ്പോൾ ഒരു യുദ്ധം നടക്കും എന്ന് വിചാരിച്ചിട്ട് മാഷ കണ്ട ഉടനെ തന്നെ വേദ പറയും ഈ പെയിൻ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത് ഞാനാ
എത്ര നാളെന്ന് വിചാരിച്ചാൽ ഈ ചായപ്പ് ഇങ്ങനെ കെടുക്കുക, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് എന്ന് പറയുമ്പോഴത്തേനും മാഷ് പറയാണ് അത് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയൂട്ടോ. അപ്പോൾ പെട്ടെന്ന് വിശ്വൊക്കെ ഞെട്ടുകയാണേ. വിശ്വ മാത്രമല്ല ശ്രീജയും നന്ദിനിയും വേദമൊക്കെ ആകെ അങ്ങനെ ഞെട്ടി നോക്കുകയാണ് കേട്ടോ. കാരണം മാഷ് അങ്ങനെ പറയുന്നു ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോൾ കമലാമ്മ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ നന്ദിനെ നോക്കിയിട്ട്. അപ്പം നന്ദിനി ഇങ്ങനെ ആകെ നാണം കെട്ട പോലെ നിൽക്കുകയാണ്. അപ്പം മാഷ് പറയുന്നുണ്ട് ഞാൻ അത് ശരിയാക്കണ്ടെന്ന് പറഞ്ഞിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. അന്നത്തെ എൻ്റെ ദേഷ്യത്തിനും വാശിക്കും സങ്കടത്തിനൊക്കെ ഞാനത് പറഞ്ഞു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ എൻ്റെ മക്കൾ ആരെങ്കിലും മുൻകൈ എടുത്തത് ശരിയാക്കും എന്ന് തന്നെയാണ് ഞാനും വിചാരിച്ചിരുന്നത്. പക്ഷേ അത് ശരിയാക്കാനായിട്ട് അവർക്കാർക്കും തോന്നിയില്ലല്ലോ എന്ന് പറയട്ടെ. പിന്നെ കമലാമ്മ പറയുന്നുണ്ട് അതെ ശ്രീജരെ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ചായപ്പിൽ തുടങ്ങാലോ. അതെന്തിനാ ഈ ചായപ്പിൽ, നമുക്ക് വേറെ സ്ഥലം ഉണ്ടല്ലോ, ബാക്കിലും മുറികളും പിന്നെ ഈ പറമ്പൊക്കെ അത് ധാരാളം മതി അതിന്. പിന്നെ ഈ ചായപ്പിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മളെ കോണി റൂമിൽ കുറച്ച് ഫർണിച്ചറും കട്ടിലൊക്കെ ഇരിക്കുന്നുണ്ട്, അതൊക്കെ പെയിൻ്റ് അടിച്ച് ഒന്ന് വാർഷ് അടിച്ചതിന് ശേഷം ഈ മുറിയിൽ കൊണ്ടുവന്നിട്ടോ അതവിടെ കിടന്നോട്ടെ എന്ന് പറയാണ് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ വേദയ്ക്കും അതുപോലെ കമലാമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. നന്ദിനിക്ക് മാത്രം ഇങ്ങനെ കുശുമ്പോണ്ട് ഇങ്ങനെ തലകും വിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ മാഷ് പറയുന്നുണ്ട് അതെ എന്തായാലും എൻ്റെ മക്കൾക്ക് തോന്നാത്ത കാര്യം മരുമകൾക്ക് തോന്നിയല്ലോ, അത് വലിയൊരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ വീട് പെയിൻ്റ് അടിക്കാൻ തോന്നിയത് വലിയൊരു കാര്യം തന്നെയാണ് വേദനയോട് പറയുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വിക്രമും വേദയും തമ്മിലുള്ള കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നെക്സ്റ്റ് വീക്കിലാണ് വരുന്നത്. പിന്നെ അച്ഛമ്മയും വരുന്നുണ്ട് അടുത്ത വീക്കിൽ.